എഴുതിക്കോളൂ. വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ. ഈ വർക്ക് എനർജി പവറിനകത്ത് നമുക്ക് മൂന്ന് സെഷനായിട്ട് പഠിക്കുള്ളൂ. വർക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, എനർജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, പവറിനെ പറ്റി ഡീറ്റെയിൽ. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ച ചാപ്റ്ററിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ICSE-കാർ. അപ്പം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അപ്പോൾ എഴുതിക്കോ, വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ. വർക്ക് എന്ന സബ് ഹെഡിങ് കൊടുത്തു. വർക്ക് എന്ന സബ് ഹെഡിങ് കൊടുത്തിട്ട് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ, comma, if force applied on a body produce displacement. അതായത് വർക്ക് നടന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. അതായത് ഭിത്തിയെ പോയി കിടന്ന് തള്ളാൻ പറയാ ധനുവിനോട്. വർക്കാണോ? അല്ല. പക്ഷെ ധനു എന്ത് ചെയ്യും? ധനു നന്നായിട്ട് വേർക്കും അല്ലേ? പക്ഷെ വർക്കില്ല. കാരണം എന്താ? ഫിസിക്സിന്റെ ഡെഫിനിഷൻ പരമായിട്ട് വർക്ക് ഡൺ എന്ന് പറയണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഭിത്തിയെ പോയി തള്ളുമ്പോൾ ഭിത്തിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വർക്ക് ഡൺ എന്ന് നമുക്ക് ടെക്നിക്കലി സ്പീക്കിംഗ് പറയാനായിട്ട് പറ്റത്തില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാൻ നോക്കിയോ. വർക്ക് W ഈസ് ഈക്വൽ ടു സിംപ്ലി എന്ന് എഴുതാം. സിംപ്ലി വർക്ക് W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആണോ? എന്നാൽ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇങ്ങനെയല്ല. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അറിയാം? നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളെ S വെച്ചിട്ടാണോ ഡിസ്പ്ലേസ്മെന്റ് പഠിപ്പിച്ചത്, D വെച്ചിട്ടാണോ പഠിപ്പിച്ചത്? S. ഓക്കെ, അപ്പം ഈ വർഷം പഠിക്കാൻ പോകുന്ന വർക്കിന്റെ ഇക്വേഷൻ തന്നെ ഇങ്ങനെയായിരിക്കും. W ഈസ് ഈക്വൽ ടു FS കോസ്, S വെച്ചല്ലേ പഠിപ്പിച്ചത്? FS കോസ് തീറ്റ എന്നായിരിക്കും. ഇതായിരിക്കും ഈ വർഷം പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ. ആ കോസ് തീറ്റ എങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. FS കോസ് തീറ്റ ആണ്. അവിടുന്ന് W ഈസ് ഈക്വൽ ടു വെക്റ്റർ F ഡോട്ട് വെക്റ്റർ S എന്ന് എഴുതാം. ഇതിനെയും ചില്ലിട്ട് വെക്കാം. കാരണം കോസ് തീറ്റ വെച്ച് എഴുതുമ്പോൾ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ? സൈൻ തീറ്റ വെച്ച് എഴുതുമ്പോൾ അതെന്താ? അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയോ, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഒരു ട്രോളി നമ്മൾ തള്ളിക്കൊണ്ട് പോകും. എങ്ങനെയാണ് ആ കോസ് തീറ്റ വന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു ട്രോളി നമ്മൾ വലിക്കുകയാണ്. ഇവിടെ ടയർ, ട്രോളിയല്ലേ ഫോഴ്സ് അപ്ലൈ. ധനു ഗൾഫിൽ നിന്ന് വരുമെന്ന് വിചാരിച്ചോ ഭാവിയിൽ. അപ്പം ട്രോളി ഇങ്ങനെ വലിക്കുക. ധനു എങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്? ധനു കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇത് നമ്മുടെ ധനു ആണ് എന്ന് വിചാരിച്ചു. ധനു ഇങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്. ശരിയല്ലേ? ധനു ഇങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുക. ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതാണ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ആണല്ലോ? ശരിയല്ലേ? ഇവിടെ ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എന്താ? ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്നല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ഉണ്ടായത്? ഏതാ? ട്രോളി ആയതുകൊണ്ട്. അല്ലെങ്കിലും നീ ട്രോളി മാറ്റിയിട്ട് വേറെ എന്താണെങ്കിലും നീ മേശ ഇങ്ങനെ വലിച്ചോണ്ട് പോയാലും ഇങ്ങനെ തന്നെയല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്? നീ മേശ എണീറ്റ് ചെയ്തുകൊണ്ടാകും. പക്ഷെ നീ പോകുമ്പോഴത്തേക്ക് ആ മേശ അങ്ങോട്ടൊന്ന് വലിച്ചിടണം ഈ രീതിയിൽ. നീ ഇപ്പൊ അവിടെ അങ്ങനല്ലേ ഇരിക്കും. നീ എണീറ്റ് നിന്ന് വലിച്ചാലും ഫോഴ്സ് ഒന്ന് എണീറ്റ്. ഇനി മേശ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്? അല്ല, നിന്റെ കൈയുടെ അങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്. തെള്ളുമ്പോ ഇങ്ങനെ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ നിനക്ക് താഴോട്ടാകുന്നത്. ഇങ്ങനെ നിന്നതാകും. നീ സ്ലാൻഡിങ് പൊസിഷനിലാണ് കൊടുക്കുന്നത്. നീ കുനിഞ്ഞേക്ക് എന്നിട്ട് തള്ളു. അപ്പൊ നീ പറഞ്ഞ പോലെ ഇപ്പൊ നീ നേരെയായി. നീ നേരെ തന്നെ എന്നിട്ടൊന്ന് തള്ളിക്ക്. കുനിയല്ലേ? കുനിഞ്ഞാ അടിക്കും ഞാൻ. ഇനി തള്ളിക്ക്. പറ്റുന്നുണ്ടോ മോനെ? തെള്ളു. പറ്റുന്നുണ്ടോ? കണ്ടോ? ഇതാണ് വ്യത്യാസം. ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിച്ചോണം, ഫോഴ്സ് ഈ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ഉണ്ടാവണം? ആ ഡയറക്ഷനിൽ ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു പയ്യനോട് ചോദിച്ചു പറയാം, അത് വെയിറ്റ് കൂടിയുണ്ട്, ഇതിനകത്തെല്ലാം വെയിറ്റ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ്. വെയിറ്റ് നിറയാതെ നിങ്ങൾ ട്രോളി വലിക്കുവാണെങ്കിൽ ഈ ഡയറക്ഷൻ തന്നെ ആയിരിക്കും പോകുന്നത്.
ശരിയല്ലേ? വെയിറ്റ് ഒന്നും ഇല്ലാതെ പൊള്ളയായിട്ടുള്ള ഒരു ട്രോളി ബാഗ് കൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ ഇങ്ങനെ പോകുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അല്ല വെക്റ്റർ, അതായത് എന്താണ് മോഷൻ ഇൻ എ പ്ലെയിനകത്ത് നമ്മൾ പഠിച്ചാണ് ഏതെങ്കിലും ഒരു വെക്ടർ ക്വാണ്ടിറ്റി സ്ലാൻഡിങ് പൊസിഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും, കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും. തീറ്റ അടുത്തുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നോക്കിയോ, ഇവിടെ ഇതാണ് തീറ്റ, ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ കോസ് കമ്പോണന്റ് ഇതായിരിക്കും, ഇതിന്റെ സൈൻ കമ്പോണന്റ് ഇതായിരിക്കും അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി ശരിക്കും ഈ ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്നത്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടല്ല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ഈ ഫോഴ്സിന്റെ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. അപ്പൊ ഇത് എഫ് സൈൻ തീറ്റ. അതായത് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യാതിരിക്കുമല്ല, ശരിക്കും അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഡയറക്റ്റ് ഫോഴ്സ് അല്ല, ഇതിന്റെ കമ്പോണന്റ് ഫോഴ്സ് ആണ് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി, ഡബ്ല്യു ഈസിക്കൽ എന്താ, ഡബ്ല്യു ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് കോസ് തീറ്റ ഇൻറ്റു എന്തെന്ന് എഴുതേണ്ടി വരും, ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് എഴുതണം. അവിടെ നിന്നാണ് നമുക്ക് എന്തെന്ന് വന്നത്, എഫ് എസ് കോസ് തീറ്റ എന്നും അവിടെ നിന്നാണ് നമ്മൾ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ് എന്നും വന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്. അതും വരച്ചിട്ട് ഇത് എഴുതണം പെട്ടെന്ന്. അത് തന്നെ മുകളിൽ എഴുതിയിരിക്കുന്നത്, അതെങ്ങനെയാ വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പടം വരയ്ക്കണോ, ആ ട്രോളിയൊക്കെ വരയ്ക്കണം, ഒരു റഫായിട്ട് വരച്ചാൽ പെട്ടെന്ന് ഈ ചാപ്റ്ററൊക്കെ പെട്ടെന്ന് തീരും. ജോന എന്താ ജോന ലേറ്റ് ആയേ? ജോഹാൻ ഓക്കെ, ഒരു ഇതാ ഇപ്പം ഒരു ഇത്രയും പഠിപ്പിച്ചു. ഒരു പേജ് അല്ലെങ്കിൽ ഒരു അര പേജ് വിട്ടിട്ട് ഇത് അങ്ങോട്ട് എഴുതിക്കുക. ഈ പടം വരയ്ക്കുക, പടം വരച്ച് ഇത് അങ്ങ് എഴുതുക, അര പേജ് വിട്ടിട്ട്. ഇത് എഫ് എന്താണ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റിയ എന്തുകൊണ്ടാണ്? അതായത് എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നത് എന്താ? എഫും ഒരു വെക്റ്ററാണ്, അതേപോലെ തന്നെ എന്താ എസും ഒരു എന്താണ്, ഒരു വെക്റ്ററാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറയുമ്പോൾ എ ബി കോസ് തീറ്റ ആണെന്നും വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറയുമ്പോൾ എ ബി സൈൻ തീറ്റ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെച്ചേക്കാം. അടുത്തത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വർക്ക്. അടുത്ത ഹെഡിങ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വർക്ക്. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വർക്ക്. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇക്വേഷനിൽ നിന്നാണ് എല്ലാത്തിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാകുന്നത്. എഫ് ഇൻറ്റു എസ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തെന്ന് എഴുതാം, ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം, അഥവാ എന്തെന്ന് എഴുതാം, ജൂൾ എന്ന് എഴുതാം.
അടുത്തത് ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാലോ ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് ഇക്വൽ ടു എന്താ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു എന്താ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണോ നമുക്കറിയാം ഫോഴ്സിൻ്റെത് m(L)T⁻², ആണ് ശരിയല്ലേ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്തുവാ L ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്തെന്ന് വരും ഈ എല്ലും ഈ എല്ലും കൂടെ L⁻1 ഇൻറ്റു L⁻1 L², mL²T⁻², ഇതായിരിക്കും ഡയമെൻഷൻ ഓഫ് വർക്ക്. അടുത്തത് ടൈപ്സ് ഓഫ് വർക്ക് എന്ന ഹെഡിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് വർക്ക് എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണം. ടൈപ്സ് ഓഫ് വർക്ക് എന്ന ഹെഡിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് ഒരു ഡോട്ട് ഇട്ട് പോസിറ്റീവ് വർക്ക് പോസിറ്റീവ് വർക്ക്. രണ്ടാമതൊരു ഡോട്ട് ഇട്ട് നെഗറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക്. മൂന്നാമതൊരു ഡോട്ട് ഇട്ട് സീറോ വർക്ക് സീറോ. ഇത് ഒത്തിരി എക്സാമ്പിൾ വന്നിട്ട് ഇത് ഏത് ടൈപ്പ് വർക്കാന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യം പോസിറ്റീവ് വർക്ക് എന്ന ഹെഡിങ് എഴുതാം. Work will be positive. Work will be positive. Be positive. If force and displacement force and displacement are in same direction. അതായത് നിങ്ങൾ കാറ് തള്ളുവോ? കാറ് തള്ളുന്ന സമയത്ത് ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഫ്രണ്ടിലോട്ട്. എന്താ ഇതെങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? ഫ്രണ്ടിലോട്ട്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? ഒറ്റ പൊട്ടത്തരം പറഞ്ഞു. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്താ തീറ്റ എന്താ? തീറ്റ 0. അപ്പൊ cos 0 എന്താ? cos 0 1. അപ്പൊ വർക്ക് W എന്താ? F(S)(1) ആയാലും അപ്പൊ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? അതായത് ഇങ്ങനെ എഴുതണം. അതായത് ഇവിടെ അതായത് എഫിന്റെ ഡയറക്ഷനും ഈ ഡയറക്ഷനിലാണ്, എസിന്റെ ഡയറക്ഷനും ഈ ഡയറക്ഷനിലാണ്. തീറ്റ എന്തായിരിക്കും? 0. cos 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ എഴുതാം. ഇത് വരച്ചിട്ടേക്കണം. എഫ് എസ് cos 0. അപ്പൊ W എന്താ? Fs(1). W എന്താ? Fs. That is പോസിറ്റീവ് വർക്ക്. ശരിയല്ലേ? ശരിയാണോ? ഇത് അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കണം. അതായത് എന്താ ഒരു ഡയറക്ഷൻ ഇത്, ഒരു ഡയറക്ഷൻ ഇത് തീറ്റ, ഇതൊരു 30 ആയിരിക്കും. ഇത് ഇങ്ങനെ പോന്നു, ഇത് ഇങ്ങനെ പോന്നു. തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഇങ്ങനെ പോന്നു, ഒരെണ്ണം ഇങ്ങനെ പോന്നു. തീറ്റ എന്തായിരിക്കും? 180 ഡിഗ്രി. ഇത് ഇങ്ങനെ പോന്നു, ഇത് ഇങ്ങനെ പോന്നു. തീറ്റ എത്ര ആയിരിക്കും? 60 ഡിഗ്രി. ഏകദേശം ഞാൻ പറഞ്ഞതാണ്, ഏകദേശം പറഞ്ഞതാണ്. പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതും ഇതുമാണ്. ഇത് 90, ഇത് 180. കേട്ടോ? അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. രണ്ടും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ തീറ്റ 0 ആയിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കുക. എക്സാമ്പിൾ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാം. അടുത്ത നെഗറ്റീവ് വർക്ക് എന്ന് എഴുതി. നെഗറ്റീവ് വർക്ക്. Work will be negative if force and displacement are in opposite direction. If force and displacement are in opposite direction. Opposite direction. ഒരു എക്സാമ്പിൾ പറയാം നെഗറ്റീവ് വർക്കിന്റെ. അതായത് ഫോഴ്സ് ഇങ്ങോട്ട് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഇത് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. തീറ്റ എത്രയാണ്? തീറ്റ 180 ഡിഗ്രി.
കോസ് 180 എത്രയാ പഠിച്ചോണം, കോസ് 180 -1 ആണ് പഠിച്ചോണം. അപ്പോൾ എന്തെന്ന് വരും? അപ്പം എഫ് ഈസ് ഈക്വൽ ടു വർക്ക് ഈസ് ഈക്വൽ ടു എന്താ എഫ് എസ് കോസ് 180 എന്ന് വരുന്നു. അതായത് എഫ് എസ് ഇൻറ്റു -1 എന്ന് വരുന്നു. അതായത് നെഗറ്റീവ് എഫ് എസ് എന്ന് വരുന്നു. അപ്പോൾ വർക്ക് എന്താ? വർക്ക് ഈസ് എന്താ? വർക്ക് therefore നെഗറ്റീവ് വർക്ക്. ഇനൊരു എക്സാമ്പിൾ പറയാം. നെഗറ്റീവ് വർക്കിനൊരു എക്സാമ്പിൾ. വണ്ടി ഇങ്ങോട്ട് നീങ്ങും, നമ്മൾ അങ്ങോട്ട് നീങ്ങും. അതെങ്ങനെയാണ്? വണ്ടി അങ്ങോട്ട് തള്ളുമ്പോൾ വണ്ടി എങ്ങനെ ഇങ്ങോട്ട് നീങ്ങും? എന്തോടെ ഒരാൾ ആക്സിലറേറ്റർ എങ്ങോട്ട് കൊടുക്കുന്നു? ആ പിന്നെ വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുക്കാൻ പോകുമ്പോൾ പിടിച്ചു നിർത്താൻ പോയി. ലോജിക്കായിട്ടുള്ള എന്തെങ്കിലും പറയാം. ഇറക്കം ഇറങ്ങുമ്പോ എടാ ലോജിക്കലായിട്ടുള്ള കാര്യം പറ. അല്ലേ ശരിയാ, പക്ഷെ അങ്ങനെയൊക്കെ നടക്കുവോ? വണ്ടി ആക്സിലറേറ്റർ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊടുക്കുക, നടക്കുമ്പോ ആ ആര് ഫോഴ്സ് ഇങ്ങോട്ട്, ആര് ഫോഴ്സ് ആര് വരുന്നു? ഫോഴ്സ് പുറകിലോട്ട് പോകുന്നു. എന്ത് ഫോഴ്സ് പുറകിലോട്ട് പോകും? നിന്നെ ആരാ തള്ളുന്നത്? കറക്റ്റ് അവള് പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് നമ്മള് നടക്കുക, ഇത് നമ്മുടെ കാലാണ്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങോട്ടാ? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ. പക്ഷെ നമ്മൾ തെന്നി വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമി നമ്മുടെ ഈ കാലയിലോട്ട് ഈ ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് പുറകിലോട്ടും ഡിസ്പ്ലേസ്മെന്റ് എന്താ ഫ്രണ്ടിലോട്ടും. കാർ നോർമലി മൂവ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് വർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കാറിന്റെ ടയർ തേയുന്നത്. എന്തുകൊണ്ടാണ്? കാർ ഫ്രണ്ടിലോട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഭൂമി അല്ലെ ആ റോഡ് കാറിന്റെ ടയർ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രണ്ടിലോട്ടാണ്. അല്ലാതെ പൊട്ടത്തരം പറയേണ്ട ആവശ്യമില്ല. എന്തിനാ പൊട്ടത്തരം പറയുന്നത്? വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആക്സിലേറ്റർ കൊടുക്കും, നമ്മൾ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നു. ഇത് വേടേത് നല്ല ബുദ്ധിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ. അപ്പം ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പുറകിലോട്ടും ഡിസ്പ്ലേസ്മെന്റ് എന്താ ഫ്രണ്ടിലോട്ടുമാണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ശരിയല്ലേ? ലോജിക്കലി നമ്മൾ നിൽക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇവിടെ എന്താണ് സെയിം ഡയറക്ഷനിലല്ലേ? അപ്പം എന്താ അത് പോസിറ്റീവ് അല്ലേ എന്ന് വരും. ആണ്. നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടല്ല കൊടുക്കുന്നത്. കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കാൻ നീ എങ്ങനെ കൊടുക്കും? ചവിട്ടുമ്പോ താഴോട്ടാ. ഫ്രണ്ടിലോട്ട് നീ തെന്നി വീണ എങ്ങോട്ടാ? ഭൂമി പിടിച്ച് താഴോട്ടാണോ പോകുന്നത്? ആണോ? അപ്പൊ നീ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നേ ആണോ? അതോ ഭൂമി പിടിച്ച് താഴോട്ട് പോകും? അപ്പം ഫ്രണ്ടിലോട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് ഫ്രണ്ടിലോട്ടാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അവിടെ പോസിറ്റീവാണ്. പക്ഷെ ഫ്രിക്ഷൻ നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവാണ്. ഓക്കെ, കാർ ഓടുന്ന സമയത്തും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഫ്രണ്ടിലോട്ടാണ്, കാർ മൂവ് ചെയ്യുന്നതും ഫ്രണ്ടിലോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് വർക്ക് പോസിറ്റീവാണ്. എന്നാൽ ആ കാറിന്റെ ടയറിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് നെഗറ്റീവാണ്. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, എന്തായിരിക്കും വർക്കിടെ? കിണറ്റിൽ നിന്ന് വെള്ളം കപ്പി വെച്ചിട്ട് കോരുക, എന്തായിരിക്കും? അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് താഴോട്ട്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്, വർക്ക് എന്താ? 180 ഡിഗ്രി നെഗറ്റീവ് വർക്ക്. എന്നാൽ നിങ്ങൾ കപ്പി ഇല്ലാതെ വെള്ളം കോരി എന്നാൽ വർക്ക് എന്താ? കപ്പിയില്ലാതെ വെള്ളം കോരാൻ പറ്റത്തില്ല. അപ്പൊ അത് ഈ കപ്പിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെള്ളം കോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ കോരും അല്ലേ? അതായത് ഇതില്ല, അതായത് കപ്പി ഇല്ലെങ്കിൽ കയറിട്ടിട്ട് ഇങ്ങനല്ലേ കോരിക്കൊണ്ടിരുന്നേ? അതല്ലേടാ കപ്പി. അത് കപ്പി മീൻസ് പുള്ളിയുടെ മലയാളം. കപ്പി പുള്ളി മീൻസ് കറങ്ങുന്ന. ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന അത് തൊട്ടിന്നങ്ങ് പറഞ്ഞാൽ പോരെ. അതായത് നിങ്ങൾ നോക്കിയോ, അതായത് നിങ്ങൾ സിംപ്ലി നോക്കിയോ, ഇത് കപ്പി ത്രൂ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ലോഡ് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. തീറ്റ എന്താ? 180 ഡിഗ്രി നെഗറ്റീവ് വർക്ക്. എന്നാൽ ഈ കപ്പി ഇല്ലാതെ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. അപ്പൊ എന്താ? വർക്ക് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ പോലെ. കപ്പി ഇട്ട് പോരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും.
അതോ കപ്പിയിട്ട് വരുന്നതാണോ എളുപ്പം, മറ്റേതാണോ എളുപ്പം? കപ്പിയിട്ട് വരുന്ന എളുപ്പം. ഓക്കെ. ഇനി വേറെ ഒരെണ്ണം ഉണ്ട്. ഒരു അത് അടുത്ത പറഞ്ഞിട്ട് പറയാം. ഇതിൽ എക്സാമ്പിൾ ഒക്കെ ഞാൻ തരാമേ. ഓക്കെ, അടുത്തത് സീറോ വർക്ക്. ഹെഡിങ് എഴുതി. സീറോ എഴുതിയില്ല. പെട്ടെന്ന് എഴുതണേ. അങ്ങനെ തെറ്റായിരിക്കാൻ വേണം എക്സാമ്പിൾ എഴുതി വെച്ചോ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. when a body slides along a rough surface. അടുത്ത സീറോ വർക്ക് ഹെഡിങ് എഴുതിക്കോ. സീറോ വർക്ക്. Work will be zero if there is no displacement. ഒരു കേസിൽ, രണ്ട് കേസിൽ വർക്ക് ഡൺ സീറോ ആവാറുണ്ട്. ഇത് കേസ് 1 എന്ന് കൊടുത്തിട്ടാണ് എഴുതാൻ. കേസ് 1 എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ വിൽ ബി സീറോ ഇഫ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ധനു പോയിട്ട് ഭിത്തിയെ പോയി തള്ളുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇതൊരു ഭിത്തിയാണ്. ഈ ഭിത്തിയെ പോയിട്ട് എന്താണ്, ഒരാൾ നിന്ന് തെള്ളുവാണ്. തെള്ളുന്ന സമയത്ത് ഫോഴ്സ് ഇങ്ങോട്ടാണ് അല്ലേ? പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. അപ്പൊ നമുക്ക് എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് സീറോ എന്ന് കൊടുക്കാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു സീറോ എന്ന് കൊടുക്കാം. ഡബ്ല്യു ഈസ് ഈക്വൽ എന്താ, സീറോ എന്ന് കൊടുക്കാം. അടുത്ത കേസ് കേസ് 2. അടുത്ത കേസ് 2 എങ്ങനെയാ വർക്ക് ഡൺ സീറോ ആവുന്നത്? വർക്ക് വിൽ ബി സീറോ if the force and displacement are perpendicular ഞാൻ ആ സിമ്പിൾ ആണ് ഇട്ടിരിക്കുന്നത്. perpendicular to each other. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. ഇത് ഫോഴ്സും ഇത് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ആണ്. തീറ്റ എത്ര? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് കോസ് 90 എന്നാണ് വരുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ, കോസ് 90 സീറോയാണ്. അപ്പം എഫ് എസ് ഇൻറ്റു സീറോ വരുന്നു. ഇവിടെ ഫോഴ്സും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, പക്ഷെ എന്തില്ല, വർക്ക് ഡൺ ഇല്ല. അതായത് ഒരു റെയിൽവേ പോർട്ടർ ഇല്ലേ, നീ അതറിയാമോ? തലയിൽ വെച്ചോണ്ടോ? അറിയാലോ. ഓക്കെ. അപ്പൊ റെയിൽവേ പോർട്ടർ തലയിൽ ഭാരം ചുമക്കൊണ്ട് പോവാം. അപ്പൊ അയാള് നമ്മള് ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ ഒത്തിരി കുറവാണ്. പിന്നെ വെളിയിലോട്ടൊക്കെ, കേരളത്തിന് വെളിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അടുത്തോട്ട് വരും. ആ നമ്മൾ വെയിറ്റ് തൂക്കിക്കൊണ്ട് പോവാണെങ്കിൽ ഉടനെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് നമ്മൾ കൊണ്ടുവച്ചേരാണ്. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഇവർ അവിടെ വരെ നടന്നു പോയിട്ട് ഇവർ കൊണ്ട് വെക്കുമ്പോൾ ഇവർ വിയർത്തൊലിച്ച് കഴിയുമ്പോൾ നമ്മൾ കഷ്ടം നിന്നിട്ട് നമ്മൾ ശരിക്കും അവർ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പൊക്കിയെടുത്ത് തലയിൽ വെക്കാൻ ഒരു വർക്ക് ചെയ്യണം. പിന്നെ അവിടുന്ന് അവിടം വരെ അവർ വർക്കൊന്നും ചെയ്യുന്നില്ല. കാരണം വെയിറ്റ് ഇല്ല. അവിടെ അവരുടെ അവര് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന അങ്ങോട്ട്. അപ്പൊ തീറ്റ 90 ഡിഗ്രി, വർക്ക് ഡൺ ചെയ്യുക. അപ്പൊ അവർ വർക്കൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് അടുത്ത കാര്യം. നമ്മളാണെങ്കിൽ അല്ലേ, പ്രവീണൊക്കെ ആണെങ്കിൽ പോയിട്ട് എന്നാ ഒരു 500 രൂപ കൂടി ആണോ പ്രവീൺ? ഞാനതിന് എനിക്ക് ബാഗ് ഒന്നും ഇല്ല. ഇതിന്റെ എത്രയും ചുറ്റിക്കൊണ്ടു പോകാൻ എനിക്ക് ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നോക്കിയോ, മെൽവിന് കൊടുക്കേണ്ടി വരും. മെൽവിനെ തന്നെ ബുദ്ധിക്കൊണ്ട് പോകണം. ഓക്കെ. ഇവിടെ നോക്കിയോ, ഇവിടെ എല്ലാവരും നോക്കിയോ. അപ്പം
വർക്ക് ഡൺ 0 ആകുന്ന രണ്ട് കേസിലാണ്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ, രണ്ടെന്താ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും 90 ഡിഗ്രി ആയാൽ. എഴുതി പെട്ടെന്ന് ഫാസ്റ്റ്. അതിന് എക്സാമ്പിളും കൂടെ എഴുതാം. എക്സാമ്പിളും കൂടെ ഞാൻ എഴുതിയേക്കാം. വെൻ എ person carrying a load on his head and walks along a level road. ആ ഫോഴ്സ് ഇങ്ങനെ താഴോട്ട് വരണമെന്നില്ല, ഫോഴ്സ് മുകളിലോട്ട് വന്ന് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ വന്നാലും തീറ്റ എന്ത് തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ അത് എഴുതിയേക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓരോ എക്സാമ്പിൾ തരുവാണ്, അത് വെച്ചിട്ട് നമുക്ക് ഏത് വർക്കാന്നുള്ള കാര്യം എഴുതണം. വർക്ക് ഡൺ ഒന്നാമത്തെയാണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി sliding down an inclined plane. ശ്രദ്ധിച്ചിട്ട് ആൻസർ പറഞ്ഞു. ചുമ്മാ കയറി പറയല്ല. ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏത് ഫോഴ്സ് ആണ് അതിന്റെ പടം ഒന്ന് വരയ്ക്കുക. എങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് അതിന്റെ പടം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് എന്താ അതിനനുസരിച്ച് തീറ്റയ്ക്ക് ആംഗിളിന്റെ വാല്യൂ കൊടുത്തിട്ട് എഴുതുക. അപ്പൊ ഇൻക്ലൈൻഡ് സർഫസാ. അപ്പൊ എന്താ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സർഫസാ. ഇതിലൊരു സാധനം ഇറങ്ങി വരിക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? എസ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാ ഇവിടെ? ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ ഇങ്ങോട്ടാണ്. എഫ് ഫ്രിക്ഷൻ. അപ്പൊ എന്താ നമുക്കറിയാം, W ഫിസിക്കൽ എന്താ? എഫ് എസ് കോസ് തീറ്റ ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുമ്പോൾ 180 ആണ്. W ഫിസിക്കൽ ടു എഫ് എസ് കോസ് 180 ആണ്. അപ്പൊ W ഫിസിക്കൽ ടു എഫ് എസ് ഇൻറ്റു -1 ആണ്. W ഫിസിക്കൽ ടു നെഗറ്റീവ് എഫ് എസ്. അപ്പം നെഗറ്റീവ് വർക്ക്. എഴുതിയോ? ഇതൊക്കെ അതിനകത്ത് കാണണം, പടമൊക്കെ കാണണം അതിനകത്ത്. ധനുവിനോടാ പറയുന്നത് പ്രത്യേകിച്ച്. ഞാൻ ഇതിനകത്ത് എഴുതുന്ന എല്ലാ സാധനങ്ങളും നോട്ടിനകത്ത് കാണും. കേട്ടല്ലോ എല്ലാവരുടെയും. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ട്രൈങ് ടു പുഷ് എ വോൾ. എ പേഴ്സൺ ട്രൈങ് ടു പുഷ് എ വോൾ. അല്ലേ? മൂന്നാമത്തേത് ബോഡി falling under gravitational force. എന്താ? ബോഡി falling under gravitational force. സീറോ പോസിറ്റീവ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സീറോ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതാണ്. നോക്കാം. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? എഫ് ജി താഴോട്ടാണ്. ഒരു ബോഡി താഴെ നിന്ന് മുകളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? അതും താഴോട്ട്. അപ്പൊ തീറ്റ എന്തായിരിക്കും? തീറ്റ 0 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 0 എന്തായിരിക്കും? കോസ് 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ W ഈക്വൽ ടു എന്താ? എഫ് എസ് കോസ് 0. W ഈക്വൽ ടു എഫ് എസ്, അതായത് പോസിറ്റീവ്. വർക്ക് മണ്ടയ്ക്കോട്ട്. അയാൾ എങ്ങനെയാ ഫോഴ്സ്? അയാളുടെ തലയെ വെക്കുമ്പോ അയാൾ എങ്ങനെയാ ഫോഴ്സ് കൊടുക്കുന്നത്? നിന്റെ തലയിൽ ഒരു പെട്ടി എടുത്ത് വെച്ചിരിക്കുക. നീ ആ പെട്ടിക്ക് നല്ല വെയിറ്റ് കൂടുതലാണ്. നീ എന്ത് ചെയ്യും? നീ താഴോട്ടിങ് വരും.
ശരിയല്ലേ, ഭയങ്കര വെയിറ്റ് ആണ്. അപ്പൊ നീ ആ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി നീ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണം. ആണ്. അടുത്തത് നാലാമത്തേത്, work done work done work done by gravitational force force when we are lifting a bucket full of water. എന്തുവാ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ വി ആർ അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാ, എഫ് ജി താഴോട്ടാ, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്നത് മുകളിലോട്ട്, ഇത് കോരുന്ന സമയത്ത്. ശരിയല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താ, അപ്പൊ ഇവിടെ തീറ്റ എന്താ, തീറ്റ 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? അങ്ങനെയാണ് ഡബ്ല്യു ഇസിക്കൽ എന്താ, എഫ് എസ് കോസ് 180 ആണ്. അപ്പൊ എത്രയാ, നെഗറ്റീവ് വർക്കാണ്. അഞ്ചാമത്തേത്, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ സർക്കുലർ മോഷൻ. ഇത് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്താ സീറോ അതിന്റെ റീസൺ മോഷൻ ഇങ്ങോട്ടോ, എങ്ങനെ സീറോ? അപ്പം തീറ്റ എന്താ? കറക്റ്റ്. അതായത് നമ്മളിത് പഠിച്ചാണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സർക്കുലർ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ സർക്കുലർ പാത്ത് ഉണ്ടാവുക. ശരിയല്ലേ? ഒരു സർക്കുലർ പാത്ത് തന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി അതെപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി. അറിയത്തില്ലെങ്കിൽ ഇത് വരച്ചിട്ടോണം, റഫായിട്ട് വരച്ചിട്ടോണം. അപ്പം നമുക്കറിയാം ഇവിടെ എന്താ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പം ഡബ്ല്യു ഇസിക്കൽ എന്താ, എഫ് എസ് കോസ് 90 ആണ്. കോസ് 90 എന്ന് പറയുമ്പോൾ എത്ര, 0 ആണ്. അപ്പം എന്താണ്, 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, when a person carrying load on his head climbs down a staircase. എന്താ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നോർമലി ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരാളെ തലയെ വെച്ചിട്ട് നടക്കുവാണെങ്കിൽ വർക്ക് എന്താന്ന് പറഞ്ഞിട്ടുള്ളൂ, ഒരാൾ തലയെ ലോഡ് വെച്ചിട്ട് 0 ആണോ? ആണ്. പിന്നെന്താ പോസിറ്റീവ്? ലെവൽ റോഡ്, വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ പോസിറ്റീവ്? ആര് പറഞ്ഞു ഫോഴ്സ് താഴോട്ടാ?
തലേ ഫോഴ്സ് തലയിൽ നീ ഒരു സാധനം വെച്ചിട്ട് ഫോഴ്സ് നീ താഴോട്ടാണോ ഫോഴ്സ്? നീ തലയിൽ അപ്രൈറ്റ് ആയിട്ട് നീ ആ വെയിറ്റ് നിന്റെ തലയിൽ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. ആണോ? അപ്പൊ ഫോഴ്സ് മുകളിലോട്ടും സ്റ്റെയർ കേസിന് താഴോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ താഴോട്ടും ഡിസ്പ്ലേസ്മെന്റ്, മുകളിലോട്ടും താഴോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറഞ്ഞു, ഇതിന്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം. ഇതിങ്ങനെ സ്റ്റെയർ കേസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഒരു 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 പുള്ളി തന്നെ ഇങ്ങനെ നടന്നിറങ്ങുക, ഇയാളുടെ തലയിൽ ഇതൊരിപ്പുണ്ട്. ഇയാളുടെ തലയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇത് താഴെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ മണ്ടക്കോട്ട് ഫോഴ്സ് കൊടുത്താലേ പറ്റുള്ളൂ. ശരിയല്ലേ? മണ്ടക്കോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവൻ ഭയങ്കര വെയിറ്റ് ആണെങ്കിൽ നീ ആ തല ഹോൾഡ് ചെയ്യും. നീ എങ്ങനെ ഹോൾഡ് ചെയ്യണ്ടേ? നീ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് പിടിക്കണം തല, ആണോ? അപ്പൊ തലയിൽ ഏതൊരു സാധനം വെച്ചാലും ആ നീ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്. ശരിയല്ലേ? അപ്പം ഇത് ഇങ്ങോട്ട് ആ സാധനത്തിന്റെ ആ സാധനത്തിന് വെയിറ്റാ, അത് ഫോഴ്സ് അല്ല. നീ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ടാ. നിന്റെ വെച്ചിട്ടല്ല ഇത് പറയുന്നത്, ആണോ? അപ്പൊ നീ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ? മുകളിലോട്ട്. അപ്പം അത് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടും താഴോട്ടും. അപ്പൊ തീറ്റ എത്രയാ? തീറ്റ 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ വേണമെങ്കിൽ അത് സ്റ്റെപ്പൊക്കെ ഒന്ന് വരച്ചിട്ട് മനസ്സിലാക്കി വെച്ചോണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് തെറ്റിപ്പോകല്ലേ. ഇങ്ങനെ അതേപോലെ തന്നെ ഒരാൾ ഇങ്ങനെ ഉള്ള തലയിൽ ഒരു വെയിറ്റ് ഇരിക്കുന്ന അതിന്റെ ഫോഴ്സ് ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എഫ് മുകളിലോട്ട്, ഡിസ്പ്ലേസ്മെന്റ് താഴോട്ട്. അപ്പൊ തീറ്റ എത്രയാ? തീറ്റ 180 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം W = FS cos 180 ആണ്. W = FS × -1 ആണ്. W = -FS ആണ്. വർക്ക് എന്താ? നെഗറ്റീവ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓൺലൈൻ ഇരിക്കുന്നവർക്കൊക്കെ, കേട്ടോ? സൂര്യഗായത്രി ഓക്കെ ആണോ? സൂര്യഗായത്രി, പാർവണ, ഓക്കെ സർ, ജ്യോതിസ്, ജോഷുവ, ക്രിസ്റ്റിൻ, അരവിന്ദ്, അനഘ, അലൻ. ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പൊ അടുത്ത ഒരു ന്യൂമറിക്കൽ ചെയ്യാം നമുക്ക്. ചെറിയൊരു ന്യൂമറിക്കൽ എഴുതിക്കോളൂ. Find the work done. If vector F is equal to 2i cap plus 3j cap plus 5k cap and displacement is equal to 5i cap plus 2j cap plus k cap. നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ എസ് ആണ്. ആണോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? W ഈസ് ഈക്വൽ ടു എന്താ? 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് ഇൻറ്റു 5i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ആണോ? ഇവിടെ ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാ ചെയ്യണ്ടേ? ഡോട്ട് പ്രോഡക്റ്റ് 2 ഇൻറ്റു ഐയുടെ കോഷ്യന്റ്, ജെയുടെ കോഷ്യന്റ്, കെയുടെ കോഷ്യന്റ് ചെയ്യാം. എന്നിട്ട് ഓൾറെഡി i ഇൻറ്റു ഐ ചെയ്യണം. i ഇൻറ്റു ഐ ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. അത് i ഇൻറ്റു ഐ അല്ല, i ഡോട്ട് ഐ. മനസ്സിലായോ? ജെ ഡോട്ട് ജെ ചെയ്യുമ്പോഴും കെ ഡോട്ട് കെ ചെയ്യുമ്പോഴും 1 ആയിരുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു അല്ല സോറി ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ശരിയല്ലേ? കാരണം എന്താ? വെക്റ്റർ സൈഡ് എഴുതണേ. വെക്റ്റർ ഐ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ 1 ആണ്. വെക്റ്റർ ജെ ഡോട്ട് വെക്റ്റർ ജെ എന്ന് പറയുമ്പോഴും 1 ആണ്. വെക്റ്റർ കെ ഡോട്ട് വെക്റ്റർ കെ എന്ന് പറയുമ്പോഴും 1 ആണ്. സൈഡിൽ എഴുതി വെച്ചേക്കാം. ഇനി അതേപോലെ എന്താ? പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു ഇത് 2 ഇൻറ്റു 2 അല്ലല്ലോ, 2 ഇൻറ്റു 5 അല്ലേ? ശരിയല്ലേ? ഇവിടെ 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പം 5 ഇൻറ്റു 2 10 ആണ്. പ്ലസ് 3 ഇൻറ്റു 2 6 ആണ്. പ്ലസ് 5. അപ്പം 21 ജൂൾ ആയിരിക്കും.
ഇതറിയത്തില്ലേ ചോദിക്കണം കേട്ടോ. ഇതറിയത്തില്ലേ ചോദിക്കണം. എപ്പോഴും ആലോചിച്ചോണം. അത് അറിയത്തില്ലേ ചോദിക്കുക. അടുത്ത ഹെഡിങ് എഴുതി കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. A force is said to be conservative. A force is said to be conservative. Conservative. A force is said to be conservative if the work done by the force is independent on path and depends only on initial and final position. A force is said to be conservative if work done by the force is independent on path and depend only on initial and final position. Sir, depend only on initial and final position. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എയിൽ നിന്ന് ബിയിലോട്ട് വരാൻ വേണ്ടി ഒരു വർക്ക് ഡൺ ചെയ്യാം. അത് ഇങ്ങനെ ഒരു വർക്ക് ഡൺ ചെയ്തു, ഇങ്ങനെ ഒരു വർക്ക് ഡൺ ചെയ്തു, ഇങ്ങനെ ഒരു വർക്ക് ഡൺ ചെയ്തു എന്ന് വിചാരിക്കാം. ഇതെല്ലാ വർക്കും എന്ത് തന്നെയായിരിക്കും? W1 W2 പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്താ? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ ചെയ്ത വർക്കും ഈ വർക്കും എല്ലാം എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. കാരണം എന്താ? പല ഡിഫറെൻറ്റ് രീതിയിലുള്ള പാത്തുകളാണ് ഇല്ലേ? പക്ഷെ ഇവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്താ? പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള വർക്കിനെയാണ് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ്. കാരണം എന്താ? നിങ്ങൾ ഒരു ബിൽഡിങ്ങിനെ മണ്ടയ്ക്ക് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചാടുവാണെങ്കിലും, ഒരു പാരച്യൂട്ട് വെച്ചിട്ട് ചാടുവാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ചാടുവാണെങ്കിലും, എങ്ങനെയാണെങ്കിലും എന്ത് തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. മനസ്സിലായി? അതേപോലെ അടുത്ത വർഷം നിങ്ങൾ പഠിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. കൺസർവ്ഡ് ആയി. കൺസർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വരുമ്പോൾ എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും തന്നെ അവിടെ വരുമ്പോഴും കാണും. കൺസർവ് നശിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ ഇതായി പോകുന്നില്ല. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പാത്ത് ഡിപ്പെൻഡൻ്റ്. അതായത് ഇപ്പം നിങ്ങളൊരു ഒബ്ജക്റ്റ് ഒരച്ച്, അതായത് ഇപ്പം നിങ്ങളുടെ മേശയിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു പേന ഒരച്ച് നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അപ്പം ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമല്ല ആ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ? നിങ്ങളുടെ മേശയുടെ മണ്ടയ്ക്ക് റഫാണോ അതോ സ്മൂത്ത് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ വർക്കിനെ. ശരിയല്ലേ? ഇവിടെ ഉള്ള ഫോഴ്സ് ആയിരിക്കത്തില്ല അവിടെ വരുന്നത്. കാരണം കുറച്ചൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഹീറ്റ് ആയിട്ടൊക്കെ കുറെ അങ്ങ് പോകും. വരയ്ക്കുന്ന സമയത്ത് ഹീറ്റ് ആയിട്ടൊക്കെ അങ്ങ് പോകും. ശരിയല്ലേ? അപ്പൊ അത് കൺസർവേറ്റീവ് അല്ല, അത് നോൺ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ അത് എന്താണ്? കൺസർവേറ്റീവ് ആണ്. പാത്ത് മാറുമ്പോൾ എടാ ഇവിടെ റഫ് സർഫസും സ്മൂത്ത് സർഫസുകളാണ് പ്രാധാന്യം, ഡിസ്പ്ലേസ്മെന്റ് അല്ല പ്രാധാന്യം. നമ്മൾ ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്, വർക്കിനെ പറ്റിയല്ല പറയുന്നത്. ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സും എന്താ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. അതായത് ഇനീഷ്യൽ ഫൈനൽ പോയിന്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ? കൺസർവേറ്റീവ്. പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോഴ്സ്, വർക്കല്ല പറയുന്നത്, ഫോഴ്സ്. ഓക്കെ. ഗ്രാവിറ്റേഷണൽ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് അടുത്ത നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. A force is said to be non-conservative if the work done by it on a body moving between 2 points depends on path traveled. ഇതിനകത്ത് അത് അഫക്റ്റ് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റിനെ അഫക്റ്റ് ചെയ്യാം. കാരണം എന്താ? അതായത് നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേന എടുത്തിട്ട് നിങ്ങളൊരു മേശയിൽ ഇങ്ങനെ വരച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ അതൊരു പെർട്ടിക്കുലർ വർക്കായിരിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ സിക്സ് ആക്ക് മോഷനിലാണ് കൊണ്ടുവന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് വീണ്ടും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായി? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്. മനസ്സിലായി? ഇങ്ങനെയുള്ള വർക്ക് പാത്തിനെ ഡിപെൻഡ് ചെയ്യും. മനസ്സിലായി? അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് നോൺ കൺസേർവ്ഡ് അല്ല. കാരണം ഇവിടെ ഉള്ള ഫോഴ്സ് അല്ല അവിടെ ഉള്ള ഫോഴ്സ്. മറ്റേന്ന് പറയുമ്പോൾ ഇപ്പൊ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കുള്ള ഗ്രാവിറ്റിയും ഇത് അടുത്ത് വരുമ്പോൾ ഉള്ള ഗ്രാവിറ്റി എന്താ സെയിം തന്നെയാണ്. മനസ്സിലായോ? വ്യത്യാസമില്ല ഫോഴ്സിന്. മനസ്സിലായി? പിന്നെ വ്യത്യാസം ഉണ്ടാവും, ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവും, ഗ്രാവിറ്റി കുറവല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയല്ല, ഇതൊരു ജനറൽ കേസസ് പറയുന്നതാണ്. അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എയർ റെസിസ്റ്റൻസ്. അപ്പം വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇത്രയുള്ള വർക്ക്. ഇനി എനർജിയിലേക്ക് പോവാണ്. എനർജിയും കൂടെ എഴുതിക്കോ. എനർജി തുടക്കം ഇന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനർജി it is the capacity to do it is a scalar quantity. ഈ കപ്പാസിറ്റി ടു ഡു വർക്ക് അതിന്റെ യൂണിറ്റ് is joule. മറ്റേ വർക്ക് പോലെ തന്നെ യൂണിറ്റ് ജൂൾ. ഡയമെൻഷൻ അത് തന്നെയാണ് കേട്ടോ, അതിന്റെ തന്നെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനർജി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ടു ഡു വർക്ക്, ശരിയല്ലേ? അതായത് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി നല്ലതായിരിക്കും. കാരണം എന്താ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം പ്രിപ്പയർ ചെയ്യുന്നതിന് ഭക്ഷണം അത്യാവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഗ്ലൂക്കോസ് സെല്ലിനകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുകയും നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അകത്ത് നടക്കുന്ന റെസ്പിറേഷൻ. ആണല്ലോ? ഇല്ല, മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എല്ലാ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ആണെന്നാ പറയുന്നത്. പവർ ഹൗസ് ഓഫ് എ സെല്ല. അതായത് നമ്മുടെ ഈ റെസ്പിറേഷൻ കൊണ്ടാണ് നമുക്ക് എനർജി ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇതെല്ലാം ഗ്ലൂക്കോജനായിട്ട് സെല്ലിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്താ, ഓക്സിജൻ വരുന്ന സമയത്ത് ആ ഗ്ലൂക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ട് ഓക്സിജനായിട്ട് ചേർന്നിട്ട് എനർജി ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമുക്ക് നടക്കാനും ഇരിക്കാനും കിടക്കാനും ചാടാനും ഓടാനും ജോലി ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് എനർജി.
ലോജിക്കലി സ്പീക്കിങ്ങും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബയോളജിക്കലി സ്പീക്കിങ്ങും ഒരുപോലെ ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായോ? ഫിസിക്സിൽ ഒരു 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 എക്യുപ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും അതിന്റെ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് എന്താണ് ഒരു ഒരു 10 ടൺ പൊക്കണമെങ്കിൽ നമ്മൾ പോയി 10 പേര് പൊക്കുന്നതിലും ഭേദം ഒരു ക്രെയിൻ വെച്ചിട്ട് പൊക്കുന്നതാണ്. ശരിയല്ലേ? ആണോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റി ടു ഡു വർക്കും നമ്മുടെ കപ്പാസിറ്റി ടു ഡു വർക്കും ഡിഫറൻറ്റ്. മനസ്സിലായോ? എന്നാ പിന്നെ ഇവിടെ അങ്ങനെ നിർത്താം.